നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനുണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമായതോടെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കമിട്ട മുന്നണികൾ LDF, UDF മുന്നണികൾക്കും PV അൻവറിനും നിർണായകമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഒരു സ്വതന്ത്രനെ തന്നെ മത്സരിപ്പിക്കാനാണ് സാധ്യത. UDF-ൽ നിന്നാകട്ടെ ആര്യാടൻ ഷൌക്കത്ത്, VS ജോയ് എന്നീ പേരുകളാണ് ഉയരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടയിലാണ് നിലമ്പൂർ MLA PV അൻവർ CPM-നെതിരെ പോർമുഖം തുറക്കുന്നതും MLA സ്ഥാനം രാജിവെക്കുന്നതും. ഇതോടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ നിലമ്പൂരിലേക്കാണ് രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആര് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും പ്രവർത്തകരെ സജ്ജമാക്കുന്നതിലേക്കും മുന്നണികൾ കടന്നു. UDF-ന്റെ വിജയം PV അൻവറിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടും എന്നതിനാൽ CPM-ന് അഭിമാന പോരാട്ടമാണ്. CPIM ചിഹ്നത്തിൽ MLA ഉണ്ടായിട്ടില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ. ഒരു സർപ്രൈസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വരാനാണ് സാധ്യത. M സ്വരാജിനാണ് മണ്ഡലത്തിൽ പാർട്ടി തിരഞ്ഞെടുപ്പ് ചുമതല. DYFI നേതാവ് P ഷബീർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൌക്കത്ത് തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. അൻവർ ഫാക്ടർ നിലമ്പൂരിൽ ഇല്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ. അദ്ദേഹം ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് ഇപ്പൊ തന്നെ ബോധ്യമായി കഴിഞ്ഞില്ലേ? പാർട്ടി അങ്ങ് ആകെ ഒലിച്ചു പോകും. വലിയ കോലാഹലമായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അത് 8 വർഷക്കാലമായിട്ട് MLA ആണ്, അതിന് കൂടെ പോയിട്ടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, DCC പ്രസിഡന്റ് VS ജോയ് എന്നീ പേരുകളാണ് നിലവിലുള്ളത്. ഇരുവരും മണ്ഡലത്തിലുള്ളവരുമാണ്. തിരഞ്ഞെടുപ്പിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് VS ജോയ്. തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംഘടനാപരമായി ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ സജ്ജമാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണുള്ളത്. നിലമ്പൂർ നഗരസഭ, അമരമ്പലം, പോത്തുകൽ പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം. ചുങ്കത്തറ, എടക്കര, വഴിക്കടവ്, കരുളായി, മൂത്തേടം എന്നിവിടങ്ങളിൽ UDF-ഉം. BJPക്ക് പുതിയ അധ്യക്ഷൻ എത്തിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ കരുത്ത് കാണിക്കാൻ BJPയും ഉണ്ടാകും. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ നിലമ്പൂരിൽ അതിശക്തമായ പോരാട്ടച്ചൂടായിരിക്കുമെന്ന് നിസ്സംശയം. വിപിൻ C. വിജയൻ, 24 മലപ്പുറം.